വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 10 വാക്യങ്ങൾ 16 മുതൽ 25 വരെ. മിശിഹായെ പ്രതി പീഡ സഹിക്കുക. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ ചമ്മട്ടിക്കൊണ്ടടിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് വലിച്ചിഴക്കപ്പെടും. അവിടെ അവരുടെയും വിജാതിയരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യമാകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് മകനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എന്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് പലായനം ചെയ്യുവൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രന്റെ ആഗമനത്തിന് മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഓടി തീർക്കുകയില്ല. ശിഷ്യൻ ഗുരുവിനേക്കാൾ മേലെയല്ല, ഭൃത്യൻ യജമാനനേക്കാളും. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനനെ പോലെയും ആയാൽ മതി. ഗൃഹനാഥനെ അവർ ബെൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവന്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. സഹോദരരെ, ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം 11 വാക്യങ്ങൾ 32 മുതൽ 12-ാം അധ്യായത്തിലെ 2-ാം വാക്യം വരെ. സഹനത്തിലൂടെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചവരുടെ സമൂഹം. ഇനിയും എന്താണ് ഞാൻ പറയേണ്ടത്? ഗിദെയോൻ, ബാറക്, സാംസൺ, ജഫ്ത, ദാവീദ്, സാമുവൽ ഇവരെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും പ്രതിപാദിക്കാൻ എനിക്ക് സമയം പോരാ. അവർ വിശ്വാസം മൂലം രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു. സിംഹങ്ങളുടെ വായുകൾ പൂട്ടി, അഗ്നിയുടെ ശക്തി കെടുത്തി, വാളിന്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ നിന്ന് ശക്തി ആർജിച്ചു, യുദ്ധത്തിൽ ശക്തന്മാരായി വിദേശ സേനകളെ തിരിച്ചോടിച്ചു. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ ഉത്ഥാനത്തിലൂടെ തിരിച്ചു കിട്ടി. മറ്റു ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു. മെച്ചപ്പെട്ട ഉത്ഥാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. വേറെയും ചിലർ പരീക്ഷകൾ സ്വീകരിച്ചുകൊണ്ട് പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു. ചിലർ കല്ലെറിയപ്പെട്ടു, ചിലർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു, ചിലർ ചെമ്മരിയാടുകളുടെയും കോനാടുകളുടെയും തോട് ധരിച്ച് നിസ്സഹായരും വേദനിക്കുന്നവരും പീഡിതരുമായി അലഞ്ഞു നടന്നു. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. മരുഭൂമിയിലും മലകളിലും ഗുഹകളിലും മാളങ്ങളിലുമായി അവർ അലഞ്ഞു തിരിഞ്ഞു. വിശ്വാസം മൂലം ഇവരെല്ലാം അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. കാരണം നമ്മെ കൂടാതെ അവർ പരിപൂർണരാക്കപ്പെടാതിരിക്കാൻ ദൈവം നമുക്കായി ശ്രേഷ്ഠതരമായവ മുൻകൂട്ടി കണ്ടിരുന്നു. അതിനാൽ നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഇതുപോലുള്ള കൂട്ടമുള്ളതിനാൽ നമ്മെ കൊടുക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമ്മുടെ മുൻപിലുള്ള ഈ ഓട്ടം സഹനശക്തിയോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും അത് പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ ഈശോയെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തന്റെ മുമ്പിലുണ്ടായിരുന്ന സന്തോഷത്തിന്റെ സ്ഥാനത്ത് അപമാനം വകവയ്ക്കാതെ കുരിശ് സഹനശക്തിയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി.